ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഡിസൈൻ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ കുറച്ചധികം ഡിസൈൻ ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം. ഇത് നമുക്ക് ഓൾ ഓവർ ഡിസൈനായിട്ട് ബ്ലൗസിലൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ കുറച്ച് വലുതാക്കി ചെയ്തിട്ട് ഒരു സിംഗിൾ ഡിസൈനായിട്ട് ചെയ്യാനും അല്ലെങ്കിൽ സാരിയുടെയൊക്കെ ബോർഡർ അല്ലെങ്കിൽ ഷോളിൽ എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ത്രെഡ് കാണിച്ചു തരാം. ഇതിൽ ഞാനിപ്പോൾ 3 കളറാണ് എടുക്കുന്നത്. ഇതുപോലൊരു ബ്ലൂവും ഈ ലൈറ്റ് ബ്ലൂ ഈ ഗ്രീൻ ഇത് 3 എണ്ണമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ബ്രൗൺ കളറുള്ളത് അത് ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമാണുള്ളത്. പിന്നെ കുറച്ച് ഇതുപോലുള്ള ബീഡ്സ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡൻ കളർ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. എന്ത് വേണമെങ്കിലും എക്സ്ട്രാ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ബ്ലൂ കളർ നീഡിലിൽ ത്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 2 അറ്റവും കൂടി ചേർത്ത് ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് വെച്ചനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് ചെയ്യുന്നത് ലേസി ഡേസി സ്റ്റിച്ച് ഉണ്ടല്ലോ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ലേസി ഡേസി സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയാത്തൊരു ബേസിക് എംബ്രോയ്ഡറി വീഡിയോസ് കണ്ടാൽ അതെങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അല്ലാതെ തന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ സൂചി താഴ്ന്ന മുകളിലേക്ക് എടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക. ഏത് വലുപ്പത്തിലുള്ള ലേസിയാണ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് കുത്തിയെടുക്കുക. അപ്പോൾ ഇതുമായിട്ട് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്ന രീതിയിൽ എടുക്കുമ്പോഴായിരിക്കും കാണാൻ ഭംഗിയായിരിക്കുക. അപ്പോൾ ഇത്രയും വലുപ്പത്തിനെടുത്തു. എന്നിട്ട് ഇത് ഇങ്ങനെ ചുറ്റിയെടുക്കുക. കണ്ടോ? എന്നിട്ട് അധികം അങ്ങ് മുറുക്കി ചെയ്യരുത്. ഇത്ര ആക്കിയിട്ട് ഇവിടെ ഒരു താഴേക്ക് ഇതുണ്ട്, ഇവിടുന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ചധികം ഒരു സ്പേസ് കിട്ടും നമുക്ക്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഒരു ലേസി ഡേസി സ്റ്റിച്ച് ലൈറ്റ് ബ്ലൂ കളർ കൊണ്ട് ചെയ്യാൻ പോവുക ചെയ്യുന്നത്. ഈ ബ്ലൂ കളർ കൊണ്ട് ഇതിനകത്തേക്ക് തിരിച്ച് ഡയറക്ഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ചെയ്യാം. അപ്പോൾ ഇതിന് സൂചി ത്രെഡ് ചെയ്യാനുണ്ട്. അപ്പോൾ തിരിച്ചുള്ള ലേസി ചെയ്യാൻ അപ്പം ഞാൻ ഇതുപോലെ വീണ്ടും ഈ കളർ നൂല് ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇത് അകത്തേക്കായിട്ടാണ് ചെയ്യുന്നത്. ഇവിടുന്ന് താഴേക്കെടുത്തു. വീണ്ടും ഇത് ആ ഡാർക്ക് ബ്ലൂ കളറിന് അകത്ത് വരുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെ വീണ്ടും അതിനകത്ത് തന്നെ കുത്തിയിറക്കാം. ഉണ്ടോ? അപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബ്രൗൺ കളറിലെ നൂല് കൊണ്ട് ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുക ചെയ്യുന്നത്. അതിനും സൂചി താഴ്ന്നെടുക്കുക. എന്നിട്ട് ഒരു 3 പ്രാവശ്യം ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗ്രീൻ കളറിലെ നൂലെടുത്തിട്ട് ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഫെദേഴ്സ് പോലെ കൊടുക്കുക ചെയ്യുന്നത്. അത് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ചെയ്യാം. അതിന് മുമ്പേ വേണമെങ്കിൽ ഇത് ഒരു ബോർഡർ വരച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് എവിടെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരുക്കാം. അപ്പോൾ ഈ ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇത് ചെയ്ത് തുടങ്ങാം. ഇത് ഞാൻ സിംഗിൾ സ്റ്റാൻഡായിട്ടാണ് ഇടുന്നത്. 2 എണ്ണം കൂടെ കൂട്ടി കെട്ടിയിട്ടില്ല, ഒറ്റയായിട്ട് ചെയ്ത് ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാം.
കണ്ടോ, ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഫിനിഷ് ചെയ്യാം. ഇവിടെ ബോർഡറിൽ ഫുൾ വേണമെങ്കിൽ ചെയ്യാം, ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, സ്ലീവ് ബോർഡറിൽ ചെയ്യാം, എങ്ങനെയാണെങ്കിലും ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് ഇതുപോലുള്ള ബീഡ്സ് കൊടുക്കാം. അത് ഇതിന് ഗോൾഡൻ കളറായാലും കുഴപ്പമില്ല, ഏത് കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. കുറച്ച് ചുറ്റും കൊടുക്കാം. അതിന് സാധാരണ നീഡിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഇതുപോലുള്ള സാധാരണ നീഡിൽസ്. ഇതുപോലെ ചെയ്ത് നമുക്ക് ഡിസൈൻ ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.